കർക്കിടകത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനായി തയ്യാറാക്കുന്ന ഔഷധക്കഞ്ഞിയെക്കുറിച്ച് പ്രേക്ഷകർ കേട്ടിട്ടുണ്ട് അല്ലേ? കർക്കിടക കഞ്ഞി എന്ന് പറയും. ഞവരയരിയും പച്ചമരുന്നുകളും ഔഷധക്കൂട്ടുകളും ചേർത്ത് എപ്രകാരമാണ് കർക്കിടക കഞ്ഞി തയ്യാറാക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുവരാം. കൊച്ചിയിൽ നിന്ന് ലേബി സജീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കർക്കിടകത്തിൽ പ്രധാനമാണ് ഔഷധക്കഞ്ഞി. പച്ചമരുന്നുകൾ ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധക്കഞ്ഞി ആരോഗ്യത്തിന് അത്യുത്തമമാണ്. കർക്കിടകക്കഞ്ഞി തയ്യാറാക്കുന്ന അമ്മമാരെല്ലാം ഇവിടെയുണ്ട്. ഇതെങ്ങനെയാണ് ഈ പച്ചമരുന്ന് കൂട്ടുകളൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണോ അതോ പറമ്പിൽ നിന്ന് പറിക്കുകയാണോ? പച്ചമരുന്നെല്ലാം ഞങ്ങൾ പറമ്പിൽ നിന്ന് പറിച്ചെടുക്കണത്. അതൊക്കെ എങ്ങനെയാ മനസ്സിലാവുക? പണ്ട് മുതലേ ചെയ്യുന്നതാണോ? ചെറുപ്പത്തിലെ ഞങ്ങൾക്ക് അറിവുള്ളതൊക്കെയാണ് പറിക്കുന്നത്. എന്തൊക്കെ പച്ചമരുന്ന് കൂട്ടുകളാണ് നിങ്ങൾ പറമ്പിൽ നിന്ന് പറിക്കുന്നത്? മുക്കുറ്റി, ആടലോടം, മൊഴിച്ചീവൻ, പൂവാങ്കുരുന്നില, കുറുന്തോട്ടി, തഴുതാവ, ഇങ്ങനെ എല്ലാ പച്ചമരുന്നുകളും ഞങ്ങൾ പറിച്ചെടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പറിച്ചെങ്കിൽ ശീലമായിപ്പോയത്. ആ പറിച്ചെടുത്തുകൊണ്ട് വരുന്ന മരുന്നുകൾ പിന്നെ എങ്ങനെയാ ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാ? അതുകൊണ്ടൊന്ന് കഴുകി നന്നാക്കിയൊക്കെ വെള്ളത്തിലിട്ട് കഴുകി വാരി കൊട്ടയിൽ വെച്ച് ഞങ്ങൾ നന്നാക്കി വാക്കത്തേക്കൊക്കെ വെട്ടി എരിഞ്ഞ് വിഷയത്തിലിട്ട് ആട്ടിയെടുക്കും. ഇതൊക്കെ എവിടെയാ ഇപ്പൊ ഇവിടെ ഇത് കിട്ടുക പച്ചമരുന്നുകളൊക്കെ? നമ്മുടെ നാട്ടിലെ പറമ്പുകളിൽ നിന്ന് ഞങ്ങൾ ഇത് ശേഖരിക്കണത്. വേറെ അങ്ങ് പുറത്തൊന്നും പോകില്ല. ഇത്ര വർഷമായിട്ട് ഇത് മുടങ്ങാതെ ചെയ്യുന്നുണ്ടല്ലേ? മുടങ്ങാതെ ചെയ്യണം. 19 വർഷം ചെയ്യാൻ തുടങ്ങിയിട്ട്. ക്ഷേത്രം ദേവസ്വം പ്രസിഡന്റ് AB സാബു കൂടി നമുക്കൊപ്പം ചേരുന്നു. ഇത് എത്രത്തോളം ശ്രമകരമാണ് ഈ പച്ചമരുന്നുകളൊക്കെ കണ്ടുപിടിക്കുന്നതൊക്കെ? ഈ പച്ചമരുന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ക്ലേശകരമായ ഒരു വസ്തുത. അത് നമ്മുടെ പ്രായം ചെന്ന അമ്മമാർക്ക് മാത്രമേ അത് അറിയൂ. ഇതെങ്ങനെയാ ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാ? ഇതിന്റെ പ്രിപ്പറേഷൻ ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് മിക്സിയിലിട്ട് അടിക്കാൻ പറ്റത്തില്ല. കാരണം കമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ഗ്രൈൻഡറിലിട്ട് അത് അടിച്ച് അതിൻ്റെ നീര് എടുത്തതിന് ശേഷം ആ നീരിൽ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് അത് ഉരുളിയിലിട്ട് വേവിച്ച് അത് തിളച്ച് വരുമ്പോഴാണ് തിനയരി അതിൻ്റെ അകത്ത് ചേർക്കുന്നത്. അരി ചേർത്തതിന് ശേഷമാണ് അത് ഏകദേശം ഒരു 2.5-3 മണിക്കൂറായ അരി അതിൽ കിടന്ന് വെന്ത് അതിനനുസരിച്ച് പിന്നീട് 2ാം പാലും 3ാം പാലും കൂടി ചേർത്ത് ഏകദേശം ഒരു 350-400 ലിറ്റർ വരുന്ന വിധത്തിൽ വലിയ പാത്രത്തിലായി ഏകദേശം 4 മണിക്കൂർ 3.5-4 മണിക്കൂർ നേരത്തെ വേവ് ഇതിനു വേണ്ടിയിട്ട് വരുന്നത്. വളരെ ശ്രദ്ധയോടെയാണ് കർക്കിടകക്കഞ്ഞി തയ്യാറാക്കുന്നത്. ശരീരത്തിന് ഉണർവും ഓജസ്സും ലഭിക്കാൻ ഈ ഔഷധക്കഞ്ഞി അത്യുത്തമമെന്ന് ആയുർവേദം പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.